സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അധ്യായം 19, 20 തിരുവചനം. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അവിടുന്ന് അവർക്ക് ഒരു രക്ഷകനെ അയക്കും. അവൻ പൊരുതി അവരെ വിടുവിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 19:20 ലോകരക്ഷകനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നാം കാണുന്നത്. ഒരു രക്ഷകനെ അയക്കുമെന്നാണ് ഈ വചനം പറയുന്നത്. ഇത് ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത ആദ്യ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ നിന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ദൈവം അവർക്ക് സ്ത്രീയുടെ സന്തതിയായി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ രക്ഷകനെക്കുറിച്ചാണ് ഇവിടെ യെശയ്യാ പ്രവാചകനും വെളിപ്പെടുത്തുന്നത്. വീണ്ടും ഒരു ഡിസംബർ മാസം വന്നെത്തി. ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത ലോകമെമ്പാടുമുള്ള ദൈവജനം ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് ക്രിസ്തുവിൻ്റെ ജനനമായി, ക്രിസ്മസായി ലോകത്തിലെ ദൈവജനം കൊണ്ടാടുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ വെളിപ്പാടായിരുന്നു. അവർക്ക് ദൈവം നൽകിയ വെളിപ്പാട് ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ്. ഈ അവതാരം മാനവരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ഭൂജാതനാവുന്നത്. ഈ ഡിസംബർ മാസം ദൈവാലയങ്ങൾ അലങ്കരിക്കപ്പെടുന്നു. നക്ഷത്രങ്ങളാൽ ഭവനങ്ങളും വീഥികളും ദൈവാലയങ്ങളും ഒക്കെ അലങ്കരിക്കപ്പെടുന്നു. ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുവാനായി ലോകമൊരുങ്ങുമ്പോൾ യഥാർത്ഥമായ ക്രിസ്മസിൻ്റെ സന്ദേശം നാം അറിഞ്ഞിരിക്കണം. അത് ക്രിസ്തുനാഥൻ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നതാണ്. അതെ, 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ഒരു കാലിത്തൊഴുത്തിൽ, പശുത്തൊട്ടിയിൽ ഭൂജാതനായി. ആ ലോകരക്ഷകനായ ക്രിസ്തുനാഥൻ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ്, അഥവാ ജീവിക്കുമ്പോഴാണ്, യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. യേശു കാലസമ്പൂർണതയിൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹിമകളെല്ലാം ഒഴിഞ്ഞുവെച്ച് ചരിത്രപുരുഷനായി വന്ന
ദൈവപുത്രനാണ്. ആ ദൈവപുത്രനെ സ്വീകരിക്കുന്ന എല്ലാവർക്കുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം നിത്യജീവനാണ്. ആമേൻ.